ഹായ് ഹലോ എവ്രി വൺ. സോ ഇന്ന് ഒരു വീക്കെൻഡാണ്. ഇറ്റ്സ് എ സാറ്റർഡേ ഹിയർ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡും സാറ്റർഡേയും ആയത് കാരണം നമ്മൾ ഒന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ദുബായിലേക്കാണ്. സോ ഐ വെൽക്കം ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ടു മൈ ന്യൂ വ്ളോഗ്. സോ യു എയിൽ നമ്മൾ താമസിക്കുന്നത് ഷാർജ എന്ന് പറഞ്ഞ പ്രോവിൻസിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ പേർപ്പസ് ഫോർ ഗോയിങ് ടു ദുബായ് ഈസ് നമ്മൾ ഇന്നൊരു സ്റ്റോറിലാണ് പോകുന്നത്. ആ സ്റ്റോറിൻ്റെ പേരാണ് ഐക്കിയ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം ഐക്കിയ, എന്നാലും ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ഐക്കിയ ഇസ് എ സ്വീഡിഷ് മൾട്ടിനാഷണൽ കമ്പനി. ഈ സ്റ്റോറ് മെയിൻലി ഫോർ ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം ഡെക്കോറിന് വേണ്ടിയാണ് ഈ സ്റ്റോറ്. അപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1943 ഇൻ സ്വീഡൻ ബൈ എഗ്വാർ കാംപ്രർ. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് അറൗണ്ട് 450 സ്റ്റോഴ്സ് വേൾഡ് വൈഡ് ഐക്കിയയുടെ ഉണ്ട്. ഈവൻ ഇൻ ഇന്ത്യ വി ഹാവ് ഫ്യൂ സ്റ്റോഴ്സ് ഓഫ് ഐക്കിയ. അത് നമ്മുടെ മുംബൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ് ആൻഡ് ഡൽഹിയിൽ നമുക്ക് ഐക്കിയയുടെ സ്റ്റോഴ്സ് ഉണ്ട്. And hopefully I'm waiting for a IKEA store in Kochi too. So almost നമ്മൾ ഐക്കിയയിലോട്ട് എത്താറായി. ഇതാണ് ഐക്കിയയുടെ എൻട്രൻസ്. നമ്മൾ ഐക്കിയയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് കാർ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് കയറി പോകുന്നത്. പണ്ട് ഐക്കിയയുടെ സ്റ്റോറ് ദേരയിലായിരുന്നു ദുബായിൽ. പിന്നെ അവരത് റീലൊക്കേറ്റ് ചെയ്തു ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് ഇപ്പോൾ ഐക്കിയ ഉള്ളത്. അപ്പോൾ ഐക്കിയ 25,400 സ്ക്വയർ മീറ്റേഴ്സ്, അത്രയും വലിയൊരു സ്റ്റോറാണ്. ഇത് മോർണിംഗ് 10 o'clock ടു നൈറ്റ് 11 PM വരെ ഉണ്ട്. ഓൾ ദ വീക്കെൻഡ്സ് മിഡ് നൈറ്റ് വരെ ഉണ്ട്. The main concept of IKEA is feel, touch and try. അപ്പോൾ ഐക്കിയ പോകുമ്പോൾ അവരുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലാർജ് ഏരിയ ഓഫ് ഡിസ്പ്ലേ ഉണ്ട്. നമുക്കൊരു വീട്ടിൽ ഏതൊക്കെ ഏരിയാസ് ഉണ്ട് ആ ഏരിയാസ് എല്ലാം അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് യുവർ ലിവിങ് റൂം, ബെഡ്റൂം, കിച്ചൺ, വാഷ്റൂം എല്ലാം, ഈച്ച് ആൻഡ് എവറി ഏരിയ ഓഫ് ദ ഹൗസ് നമുക്കവിടെ ഡിസ്പ്ലേ ആയി കാണാം. നമുക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാം ആ പ്രോഡക്റ്റ് നല്ലതാണോ ഇല്ലേ. നമുക്ക് സോഫാസിലിരിക്കാം, പിന്നെ ബെഡ്, മാട്രസ്, ഈച്ച് ആൻഡ് എവറിതിങ്. അപ്പോൾ അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. നമുക്കവിടെ പോയി പിന്നെ നമുക്ക് അവിടുത്തെ സ്റ്റൈല്, അവർ ആ സെറ്റപ്പ് ചെയ്തേക്കുന്ന സ്റ്റൈല്, നമ്മളിപ്പോൾ പുതിയൊരു വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചോയ്സ് അവിടെ നിന്ന് നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും, എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ റൂമിനെ ഡെക്കോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യാലിറ്റി ഓഫ് ഐക്കിയ.
അപ്പോൾ ഇത്രയും വലിയ സ്റ്റോർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എവറിത്തിങ് വിൽ ബി വെരി വെരി എക്സ്പെൻസീവ്. അല്ല, ദർ ആർ സം തിങ്സ് വലിയ സാധനങ്ങൾക്ക് വലിയ വില ഉണ്ടാവും. പക്ഷേ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഇപ്പോൾ ചെറിയൊരു സ്റ്റൂലോ ഒരു പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലോ അങ്ങനത്തെ സാധനങ്ങളും കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് വെരി റീസണബിൾ. നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റീസണബിൾ പ്രൈസ് ഉണ്ട് അവിടെ. ചെറിയ സാധനത്തിന് ചെറിയ പ്രൈസാണ്. പിന്നെ വലിയ വലിയ നമ്മൾ കബേർഡും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും അതനുസരിച്ചുള്ള വില ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് വർത്ത് ബൈയിങ് ഫ്രം ഐക്കിയ. ബിക്കോസ് ഞാൻ 2016 വാങ്ങിയ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഒരു കുഴപ്പമില്ല, ഇതേവരെ ഒരു ഡാമേജോ ഒന്നും വരാതെ ഇത്രയും 8-9 വർഷമായിട്ട് ഇറ്റ് ഈസ് വർക്കിംഗ് പെർഫെക്റ്റ്ലി ഫൈൻ. അപ്പോൾ ഐ ടോട്ടലി റെക്കമെൻഡ് ഐക്കിയ. നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ചെറിയ സാധനങ്ങൾ മുതൽ വലിയ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ ഒത്ത് നമുക്ക് ആ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാം. ഇതാ കിഡ്സ് ഏരിയ. കിഡ്സിൻ്റെ ബെഡ്റൂം സെറ്റപ്പും കിഡ്സിന് പറ്റിയ സ്റ്റഡി റൂം, സ്റ്റഡി ടേബിൾ, അതിൻ്റെ ആംബിയൻസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടാൽ നമുക്ക് കൊതിയാവും. കിഡ്സിൻ്റെ ഏരിയ സ്പെഷ്യലി. പിന്നെ അവിടെ സോഫ്റ്റ് ടോയ്സ് ഉണ്ട്, അതും റീസണബിളാണ്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു. കണ്ട് നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും. അത്രയും ഭംഗിയുള്ള സോഫ്റ്റ് ടോയ്സും ഗെയിംസും. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റോർ കൂടാതെ നമുക്ക് ഐക്കിയയിലെ ഒരു കുട്ടികൾക്കുള്ള ഏരിയ ഉണ്ട്, പ്ലേ ഏരിയ. അതിൻ്റെ പേരാണ് സ്പാ ലാൻഡ്. അപ്പോൾ അവിടെ നമുക്ക് ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ പിള്ളേരെ അവിടെ കളിക്കാനായിട്ട് വിടാം. പക്ഷേ ആസ് യൂഷ്വൽ ദർ ഈസ് എ പേയ്മെൻറ്റ് ടിക്കറ്റ് ഉണ്ട് അതിന്. അപ്പോൾ അത് നമ്മൾ പേ ചെയ്തിട്ട് ആ ഒരു കടയിൽ തന്നെ ഒരു ഭാഗമുണ്ട്. താഴെ ഒരു ഭാഗത്ത് നമുക്ക് പിള്ളേരെ കളിക്കാനായിട്ട് വിടാം. 1-2 മണിക്കൂർ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പിള്ളേരെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിള്ളേരെ പോയി പിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും കൂടി ഐക്കിയയിലുണ്ട്. ഇതാ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്ഥലം. കിച്ചൺ യൂട്ടൻസിൽസും കിച്ചണിൽ വെക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും പിന്നെ കിച്ചൺ ആക്സസറീസും. എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്ഥലവും ഇതാണ്. പുള്ളിക്കാരന് ലൈറ്റും അതങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ ഈ നമ്മുടെ കിച്ചണിൽ വെക്കാൻ പറ്റിയ പാത്രങ്ങൾ, കുഞ്ഞു കുഞ്ഞു ടിഫിൻ ബോക്സ്, പിന്നെ യൂട്ടൻസിൽസ്, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്.
ഈ ഏരിയ ആണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മെയിൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. ദാറ്റ് ഈസ് ലൈറ്റ്സ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈറ്റ്സ് നമുക്കിവിടെ കാണാം. അഫോർഡബിൾ ആണ്, ഒരുപാട് പ്രൈസ് അല്ല. ബിക്കോസ് ആസ് ഐ ടോൾഡ് യു, ദ ക്വാളിറ്റി ഓഫ് ദ തിങ്സ് ആർ വർത്ത്. നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കുറച്ച് വില ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പോലെ ചെറിയ സാധനങ്ങൾക്ക് ചെറിയ വിലയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കിവിടെയൊക്കെ ഇങ്ങനെ ലാമ്പുകളും പിന്നെ നമ്മുടെ സൈഡ് ടേബിളിനുള്ള ലാംപ്സ്, പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈറ്റ്സ് ഒക്കെ ഇവിടെ കാണാം. എവറിത്തിങ് വാസ് വെരി നൈസ്. ഇപ്പോൾ ഒരു വീട് വെക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ കുറേ ഐഡിയാസ് കിട്ടും. ഏതൊക്കെ കോർണറിൽ ഇങ്ങനത്തെയൊക്കെ ലൈറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാം. ഫ്രണ്ട്സ്, വേറൊരു സ്പെഷ്യാലിറ്റി ഐക്യയുടെയാണ്. ഐക്യയുടെ അകത്ത് തന്നെ ഒരു സ്വീഡിഷ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ബ്രിസ്റ്റോ ഉണ്ട്, ആൻഡ് എ കഫേ ഈസ് ഓൾസോ ദെയർ. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് സ്വീഡിഷ് ഫുഡ് മാർക്കറ്റും കൂടി ഉണ്ട്. അവിടെ മെയ്ഡ് ഇൻ സ്വീഡൻ്റെ ഗ്രോസറീസ്, സ്നാക്സ്, ഡ്രിങ്ക്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ പോയതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റിലും കഫേയിലും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അവിടെ എടുത്തില്ല. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ നല്ല ഫുഡൊക്കെ അഫോർഡബിളാണ്. അതുകൊണ്ടാണ് ഭയങ്കര തിരക്ക് അവിടെ. ഇപ്പോൾ പോയാലും റെസ്റ്റോറൻറ്റിലും കഫേയിലും ഭയങ്കര തിരക്കാണ്. ഫുഡ് ഈസ് ഓൾസോ വെരി ടേസ്റ്റി. അപ്പോൾ അതും നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് ഒരുപാട് തിരക്കായതുകൊണ്ടാണ് ആ റെസ്റ്റോറൻറ്റിലൊക്കെ വീഡിയോ എടുക്കാതിരുന്നത്. ഫ്ലവേഴ്സും പ്ലാന്റ്സും ഞങ്ങളുടെ രണ്ടുപേരെയും കോമൺ ഇൻട്രസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് നാച്ചുറൽ ഫ്ലവേഴ്സും പ്ലാന്റ്സും കാണാം വിൽക്കുന്നത്, പിന്നെ ആർട്ടിഫിഷ്യലും ഉണ്ട്. രണ്ടും ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ തോന്നില്ല ആർട്ടിഫിഷ്യലാണ്. അത്രയും നല്ല ഫ്ലവേഴ്സും പ്ലാന്റ്സും, ഇങ്ങനെ ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുന്ന പോലത്തെ ഫ്ലവേഴ്സും പ്ലാന്റ്സും എല്ലാം ഉണ്ട്.
അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കുറച്ച് അവിടെ നിന്ന് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചു, പിന്നെ ചെറിയൊരു മൊബൈൽ സ്റ്റാൻഡ് വാങ്ങി, പിന്നെ അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇങ്ങനെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ. ഇതാണ് ഐക്യയുടെ പുറത്തുള്ള വ്യൂ. ഇതാണ് മെയിൻ എൻട്രൻസ്. ബിക്കോസ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ടാണ് കയറിയത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് വശത്ത് നമുക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ ഞാൻ ഒന്ന് പുറത്ത് വന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ്, വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഐക്യയുടെ മെയിൻ എൻട്രൻസ്. ആൻഡ് ഫ്രണ്ട്സ്, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.